പ്രോബ്ലം പേജ് നമ്പർ 48. ചിത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ചിത്രമായിരിക്കും എക്സാമിന് തരിക. എന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പറയും. ഫൈൻഡ് ഒന്നാമത്തത് ആംഗിൾ AOB, രണ്ടാമത്തത് ആംഗിൾ ADB. നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ നോക്കുക. ആംഗിൾ ACB ചിത്രത്തിൽ തന്നിട്ടുണ്ട് 60 ഡിഗ്രി എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആംഗിള് തന്നിട്ടുണ്ടെങ്കിൽ ആ ആംഗിള് ഏത് കോഡ് ഉണ്ടാക്കിയതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആംഗിൾ ACB എന്ന ആംഗിള് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ആംഗിളിന്റെയും ലെഗ് എവിടെയാ വരിക എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം എയും ബിയുമാണ് രണ്ടറ്റം. ഇതാണ് ആ കോഡ്. ആ കോഡ് മേജർ സെഗ്മെന്റിൽ വലിയ വൃത്തഭാഗത്തിൽ ഉണ്ടാക്കിയ ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് അതേ കോഡ് സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ് കാണാൻ പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ റിസൾട്ടില് സെന്റർ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയാണ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന്. അപ്പോൾ മേജർ സെഗ്മെന്റിലെ ആംഗിൾ തന്നാൽ സെൻട്രൽ ആംഗിൾ കാണണമെങ്കിൽ എന്ത് വരണം? എത്രയാണോ മേജർ സെഗ്മെന്റിലെ ആംഗിൾ അതിന്റെ ഇരട്ടിയാണ് സെൻട്രൽ ആംഗിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാ വരേണ്ടത്? 120 ഡിഗ്രിയാണ് വരേണ്ടത്. 120 ആണ്, 60ന്റെ ഇരട്ടി 120 ഡിഗ്രിയാണ് വരേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തെ ആൻസർ ആംഗിൾ AOB എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമത് കാണാൻ പറഞ്ഞത് ആംഗിൾ ADB ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നത് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് ACB ആണ്. അതേ കോഡ് AB എന്ന കോഡ്. അപ്പൊ ACB എന്ന ആംഗിൾ തന്നാൽ രണ്ടറ്റത്തും കൈവെക്കും. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അതേ കോഡ് D എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ സെഗ്മെന്റിലെ ഒരേ ഭാഗത്തെ ആംഗിളുകളെല്ലാം തുല്യമാണെന്ന്. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. സോ ഇവിടെ വലിയ വൃത്തഭാഗം മേജർ സെഗ്മെന്റില് ഉണ്ടാക്കിയ രണ്ട് ആംഗിൾസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിളും എത്ര തന്നെയാണ്? 60 ഡിഗ്രി തന്നെയാണ്. സോ ആംഗിൾ ADB എത്ര വരും? 60 ഡിഗ്രി തന്നെ. റീസൺ എന്താണ്? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. റിസൾട്ട് 3. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റിസൾട്ട് 5. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 48. ചിത്രം ശ്രദ്ധിക്കുക. ഫൈൻഡ് ആംഗിൾ AQB. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? കോഡ്. ആദ്യം നോക്കേണ്ടത് ഞാൻ ഏതാണെന്നാണ്, കോഡ് ഏതാണെന്നാണ് നോക്കേണ്ടത്. AB ആണ് കോഡ്. AB സെന്ററുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 ഡിഗ്രി. നമുക്ക് കാണേണ്ടത് AB മൈനർ സെഗ്മെന്റ് ചെറിയ വൃത്തഭാഗത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് കാണേണ്ടത്. നമ്മൾ റിസൾട്ട് 5 പഠിച്ചിട്ടുണ്ട്. ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയാണ് അതേ കോഡ് മൈനർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന്. റിസൾട്ട് 5. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇത് എത്രയാണ് വരിക? 50 ആണ് വരിക. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസൾട്ട് 4 നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് ആർ സപ്ലിമെന്ററി എന്ന്. അപ്പോൾ AB എന്ന കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് 50 ഡിഗ്രി. മൈനർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് കാണേണ്ടത്. നമുക്കറിയാം ഈ രണ്ട് ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാകുമ്പോൾ ഈ ആംഗിൾ എത്രയാവും? 130 ഡിഗ്രി വരും. അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? ആംഗിൾ AQB ആണ്. ആംഗിൾ AQB ഇസ് ഈക്വൽ ടു 130 ഡിഗ്രി. ഞാനിവിടെ സ്റ്റെപ്പ് എഴുതാം. ഗിവൺ ആംഗിൾ AOB ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നേരെ ഇവിടുത്തെ ആംഗിൾ കാണും. അത് കാണാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ അത് കാണും. ഓക്കെ, therefore ആംഗിൾ APB is equal to half of angle AOB, that is equal to half of 100 degree. അത് 50 ഡിഗ്രി ആണ്. റീസൺ നമുക്ക് എഴുതാം. റീസൺ എഴുതുന്ന റിസൾട്ട് 5 എന്നാണ്. നിങ്ങൾക്കറിയാം എക്സാമിന് ഇങ്ങനെയൊന്നും സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോ ആംഗിൾ AQB എന്തായിരിക്കും? ആംഗിൾ AQB എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയിൽ നിന്ന് ഈ ആംഗിൾ APB കുറയ്ക്കുന്നതാണ്.
കാരണം എന്താണ്? റിസൾട്ട് 4. ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ AQBയും APBയും ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ ആംഗിൾസ് ആണ്. ഒന്ന് വലിയ സെഗ്മെന്റിലെ ആംഗിള്, ഒന്ന് ചെറിയ സെഗ്മെന്റിലെ ആംഗിള്, ഒരേ കോഡ് നിർണ്ണയിക്കുന്നത്. സോ 180 മൈനസ് 50 ചെയ്യുമ്പോൾ നമുക്ക് 130 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 50. ചിത്രം ശ്രദ്ധിക്കുക. ഫൈൻഡ് ആംഗിൾ AOB, ആംഗിൾ AQB. ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഏത് കോഡാ ഉള്ളത് നോക്കുക. AB എന്ന കോഡ്. തന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്? മൈനർ സെഗ്മെന്റിൽ, ചെറിയ വൃത്തഭാഗത്തിൽ ഉണ്ടാക്കിയ ആംഗിളാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതേ കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ എത്രയാന്ന് കാണണം. അതേ കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിൾ എത്രയാന്ന് കാണണം. ഒരു കോഡ് മൈനർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അതേ കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസൾട്ട് 4ല്. ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് ആർ സപ്ലിമെന്ററി. ഇതര ഭാഗങ്ങളിലെ കോണുകൾ അനുപൂരകങ്ങളാണ്. മൈനർ സെഗ്മെന്റിൽ ഒരേ കോഡ് മൈനർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളും മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ ഇവിടെ മൈനർ സെഗ്മെന്റിലെ ആംഗിളാണ് തന്നിരിക്കുന്നത് 110 ഡിഗ്രി. മേജർ സെഗ്മെന്റിലെ ആംഗിളും ആ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണമെങ്കിൽ മേജർ സെഗ്മെന്റിലെ ആംഗിൾ എത്രയായിരിക്കണം? 70 ഡിഗ്രി ആയിരിക്കണം. 110ഉം 70ഉമാണ് 180. ഇത് ചെറിയ ഭാഗത്തെ ആംഗിൾ, ഇത് വലിയ ഭാഗത്തെ ആംഗിൾ. ഈ രണ്ട് ആംഗിളും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോഡ് തന്നെയാണ്. ഇനി നമുക്ക് സെന്ററിലേക്ക് വരാം. നമുക്കറിയാം മേജർ സെഗ്മെന്റിൽ ഏതാണോ ആംഗിൾ ഉള്ളത് ഒരു കോഡിന്റെ, ഓക്കെ, അതിന്റെ ഇരട്ടിയാണ് സെന്ററിൽ വരിക. ഇത് 70 ആണെങ്കിൽ ഇത് എത്രയാ വരേണ്ടത്? 140. സോ ആംഗിൾ AOB നമുക്ക് കിട്ടി 140 ഡിഗ്രി. ആംഗിൾ AQB കിട്ടി 70 ഡിഗ്രി. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 50. ചിത്രം ശ്രദ്ധിക്കുക. നമുക്കിവിടെ AB എന്ന ഒരു ആർക്ക് ഉണ്ട്. ആ ആർക്ക് സെന്ററുമായിട്ട് ഉണ്ടാക്കിയ ആംഗിളാണ് 100 ഡിഗ്രി. ABയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇത്, മറുചാവ്. അവിടെ സെന്ററുമായിട്ട്, ആ ആർക്ക് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. O എന്ന പോയിന്റ്, അതാണ് O ആണ് സെന്റർ. O എന്ന പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഈ വലിയ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളുകളുടെ തുക 360 ഡിഗ്രിയാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 360ൽ നിന്ന് 100 കുറച്ചാൽ മതി. അപ്പൊ 360ൽ നിന്ന് 100 കുറച്ചാൽ എത്രയാ കിട്ടുക? 260 ഡിഗ്രി. ഇതൊരു വീഡിയോയിലൂടെ കാണിക്കാം. നമ്മളിപ്പോൾ കണ്ട പ്രോബ്ലത്തിൽ കണ്ട റിസൾട്ടാണിത്. Sum of central angles of an arc and its alternate arc is equal to 360 degree. ഇവിടെ നിങ്ങൾക്ക് AB എന്ന കോഡ് ചിത്രത്തിൽ കാണാം. AB എന്ന കോഡ് സർക്കിളിനെ 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ആ 2 ഭാഗങ്ങളിൽ ചെറിയ ഭാഗം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റെഡ് കളറിലും വലിയ ഭാഗം ബ്ലൂ കളറിലും കാണാം. ആ ആർക്ക് APB എന്ന ആർക്ക് ഓർ AB എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ നിങ്ങൾക്ക് കാണാം 88 ഡിഗ്രി. അത് മറ്റേ ഭാഗത്ത് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾ നിങ്ങൾക്ക് കാണാം 272 ഡിഗ്രി. ഈ 2 ആംഗിൾസും തമ്മിൽ കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ കോഡിൻ്റെ ലെങ്ത് മാറുന്നതിനനുസരിച്ച്, അതായത് ആർക്കിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾസിന് മാറ്റം വരുന്നതായിട്ട് കാണാം. പക്ഷേ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 360 ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ABയുടെ ലെങ്ത് കൂടി വരുന്നതിനനുസരിച്ച് 2 പാർട്ടായി മാറ്റിയതിൻ്റെ വ്യത്യാസം കാണാം നിങ്ങൾക്ക്. പക്ഷേ സെന്ററിൽ ആ 2 പാർട്ടും ഉണ്ടാക്കുന്ന ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും 360 ഡിഗ്രി തന്നെയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റ്സിന് ചുറ്റുമുള്ള ആംഗിൾസ് കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടുക എന്ന്. അതേപോലെ സർക്കിളിന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് the sum of central angles of a circle is equal to 360 degree എന്ന്.
ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണുകളുടെ തുക 360 ഡിഗ്രി എന്ന് നമ്മൾ റിസൾട്ട് പഠിച്ചതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ സെന്ററിനെ 2 ആംഗിളാക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ആ രണ്ടും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രിയാണ് കിട്ടുന്നത്. സോ ഓർത്തോളാം ഈ റിസൾട്ട്. Sum of central angles of an arc and its alternate arc is equal to 360 degree. ഒരു വൃത്തത്തിലെ ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണും മറുചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണും തമ്മിൽ കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 50. ചിത്രം ശ്രദ്ധിക്കുക. ഫൈൻഡ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആംഗിൾ AOB ഇൻ ദ മേജർ സെഗ്മെന്റ്. മേജർ സെഗ്മെന്റിൽ ആംഗിൾ AOB എത്രയാന്ന് കാണാം. വലിയ വൃത്തഭാഗത്തിൽ കോൺ AOB കാണുക. B ആംഗിൾ AQB കാണുക. C ആംഗിൾ APB കാണുക. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. എ പാർട്ട്. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് ചെറിയ വൃത്തഭാഗത്തിലുള്ള സെന്റർ ആംഗിൾ ആണ്. അപ്പോൾ വലിയ വൃത്തഭാഗത്തിലുള്ള സെന്റർ ആംഗിൾ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ AOB ഇൻ ദ മേജർ സെഗ്മെന്റ്, വലിയ ഭാഗത്തിലുള്ളത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ഇത് 140 ആണെങ്കിൽ ഈ ആംഗിൾ കിട്ടണമെങ്കിൽ 360 നിന്ന് 140 കുറച്ചാൽ മതി. ആംഗിൾ AOB ഇൻ ദ മേജർ സെഗ്മെന്റ്, വലിയ ഭാഗത്ത്. ഓക്കെ, മേജർ സെഗ്മെന്റ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രിയിൽ നിന്ന് മൈനർ സെഗ്മെന്റിലുള്ള സെൻട്രൽ ആംഗിൾ കുറച്ചാൽ മേജർ സെഗ്മെന്റിലെ സെൻട്രൽ ആംഗിൾ കിട്ടും. 360 നിന്ന് 140 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 220 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് 220 ഡിഗ്രിയാണ്. എ പാർട്ട് ആൻസർ കണ്ടുപിടിച്ചു. ഇനി ബി പാർട്ട് കാണേണ്ടത് ആംഗിൾ AQB. ഇത് കാണണം. ഇത് കാണണമെങ്കിൽ ഇതിന്റെ മുന്നോട്ടേക്ക് നോക്കിയാൽ അതിന്റെ സെന്ററിൽ വരുന്ന ആംഗിൾ, അതായത് ഈ ഒരു കോഡ് AB എന്ന കോഡ് നിർണ്ണയിക്കുന്ന ആംഗിൾ ആണ് AQB. AB എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്കറിയാം 140 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 140ന്റെ പകുതി. പുറകോട്ടേക്ക് പോകുമ്പോൾ പകുതി എടുക്കുക, മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇരട്ടി എടുക്കുക. ഓക്കെ, അപ്പൊ 140 കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പകുതിയാണ്. അപ്പൊ എത്രയാ വരിക? 70 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. സി പാർട്ട് ആൻസർ ചെയ്യാം. ആംഗിൾ APB ഇതാണ് കാണേണ്ടത്. ഇത് 2 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 110. കാരണം അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. വേറെ രീതിയിലും ചെയ്യാം. മേജർ സെഗ്മെന്റിലെ സെൻട്രൽ ആംഗിൾ 220 ആണ്. അപ്പോൾ അതിന്റെ പുറകുവശത്തുള്ള ആംഗിൾ എന്തായിരിക്കും? 220ന്റെ പകുതി 110. ഈ 2 രീതിയിലും ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണിത്. 110 ഡിഗ്രിയാണ് മൂന്നാമത്തതിന്റെ ആൻസർ. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 51. ചിത്രം ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി എന്ന്. അത് സെന്ററുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് 45 ഡിഗ്രി. നമുക്ക് കാണേണ്ടത് ഈ വലിയ ഭാഗത്തുള്ള ആംഗിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ 45 ഡിഗ്രി എന്നത് ഈ കോഡ് ഉണ്ടാക്കിയ ആംഗിൾ ആണ്. ഈ കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ ആണ് 45 ഡിഗ്രി തന്നിരിക്കുന്നത്. സോ അതേ കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്തായിരിക്കും? 45ന്റെ പകുതിയായിരിക്കും. 45ന്റെ പകുതി എത്രയാണ്? 22.5. സോ ഈ ആംഗിൾ എത്രയാ വരിക? 22.5 ഡിഗ്രി. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 52. ചിത്രം ശ്രദ്ധിക്കാം. ഇവിടെ 2 സർക്കിൾ ഓവർലാപ്പ് ചെയ്യുന്ന 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് സെന്ററിൽ രണ്ടാമത്തെ സർക്കിളിന്റെ സെന്ററിലുള്ള ആംഗിൾ ആണ് 45 ഡിഗ്രി തന്നിരിക്കുന്നത്. അത് ഈ കോഡ് നിർണയിച്ച ആംഗിൾ ആണ്. രണ്ടാമത്തെ സർക്കിളില് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് 45 ഡിഗ്രി. അപ്പോൾ അതിന്റെ പകുതിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് 22.5 ഡിഗ്രി. അത് അതേ കോഡ്
സർക്കിളിന്റെ രണ്ടാമത്തെ സർക്കിളിന്റെ മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിളാണ്. അത് 45 ഡിഗ്രിയുടെ പകുതിയാണ് വരിക, 22.5 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ്. ഇത് നമ്മുടെ ഒന്നാമത്തെ സർക്കിളിലെ ആംഗിളാണ്. ഒന്നാമത്തെ സർക്കിളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആംഗിൾ 22.5 ഡിഗ്രിയാണ്. ഈ 22.5 ഡിഗ്രി ഒന്നാമത്തെ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കപ്പെട്ട ആംഗിളാണ്. സോ അത് നിർണയിച്ചത് ഈ ഒരു കോഡാണ്. ഈ കോഡ് ഒന്നാമത്തെ സർക്കിളിലെ സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിളാണ് 22.5 ഡിഗ്രി. അപ്പോൾ അതേ കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് 22.5 ഡിഗ്രിയുടെ പകുതി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ വാട്ട് ഇസ് ഹാഫ് ഓഫ് 22.5? 22.5 ഡിഗ്രിയുടെ പകുതി എന്താണ്? 22.5 ഡിഗ്രിയുടെ പകുതി 11.25 ആണല്ലോ. സോ നമുക്ക് എഴുതാം ഇവിടെ 11/1/4. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 53. ചിത്രം ശ്രദ്ധിക്കുക. ഫൈൻഡ് ആംഗിൾ AOB, ആംഗിൾ ACB. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾസും ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഈ ആംഗിൾ ആണ് 70 ഡിഗ്രി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? ഇവിടെ ട്രയാങ്കിൾ AOB ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്, ഒരു സമപാർശ്വ ത്രികോണമാണ്. കാരണം എന്താണ്? OA OB ഈക്വൽ ആണ്. എങ്ങനെയാണ് OAയും OBയും ഈക്വൽ ആയത്? റേഡി ഓഫ് ദ സെയിം സർക്കിൾ. ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ് OAയും OBയും ആണല്ലോ. സോ അത് രണ്ടും ഈക്വൽ ആണ്. രണ്ട് വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിന് നമ്മൾ പറയുന്ന പേരാണ് ഐസോസെൽസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം. നമുക്ക് എഴുതാം, ട്രയാങ്കിൾ AOB is an isosceles triangle. എക്സാമിന് ഇങ്ങനെയൊന്നും എഴുതണ്ട, ജസ്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ സാധാരണ 2 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുള്ളൂ. സോ നമ്മളുടെ സ്റ്റെപ്പ് എഴുതി സമയം കളയരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി ഫിഗറിൽ തന്നെ എഴുതിയാൽ മതി. ട്രയാങ്കിൾ AOB is an isosceles triangle. റീസൺ എന്താ? സിൻസ് OA is equal to OB. റേഡി ഓഫ് സെയിം സർക്കിൾ, ഒരേ വൃത്തത്തിലെ ആരങ്ങൾ. സോ നമുക്ക് തന്നിരിക്കുന്നത് 70 ഡിഗ്രി. ആ ഒരു കുഞ്ഞി ട്രയാങ്കിളിലെ ഒരു ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത് 70 ഡിഗ്രി. ഈ 70 ഡിഗ്രി ഈക്വലായിട്ടുള്ള OB എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആണ്. സോ OBക്ക് ഈക്വൽ ആയിട്ടുള്ള OA എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും എന്ത് തന്നെ ആയിരിക്കണം? 70 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, ആംഗിൾ OAB is equal to angle OBA is equal to 70 degree. Reason എന്താ? Angles opposite to equal sides of isosceles triangle. സമപാർശ്വ ത്രികോണത്തിലെ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിയാണ്. ആ ചെറിയ ട്രയാങ്കിൾ AOBയിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ രണ്ട് ആംഗിളും 70 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണമെന്ന് നമുക്കറിയാം. സോ 70 വന്നപ്പോൾ തന്നെ 140 ആയി. 180 ആണ് ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കണം? 40 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ട ACB നമുക്ക് കാണാൻ പറ്റും. ഇത് AB എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിളാണ്. AB എന്ന കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിന്റെ പുറകിലുള്ള ആംഗിൾ അങ്ങനെ എടുക്കുക. അപ്പൊ പുറകിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും. ഇത് 40 ആണെങ്കിൽ അത് എത്രയായിരിക്കണം? 20 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. ആംഗിൾ AOB നമുക്ക് 40 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ACB അതിന്റെ പകുതി 20 ഡിഗ്രി എന്ന് കിട്ടും. Textbook exercise question number 1. In all the pictures given below, O is the center of the circle and ABC are points on it. Calculate all angles of triangle ABC and triangle OBC in each. ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം O വൃത്തകേന്ദ്രവും ABC വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഓരോന്നിലും ABC, OBC എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. ഒന്നാമത്തെ ചിത്രം നോക്കുക.
ഇവിടെ നിങ്ങൾക്ക് കാണാം O സെന്റർ ആയ ഒരു സർക്കിൾ. ആ സർക്കിളിലെ 3 പോയിന്റ്സ് ആണ് എയും ബിയും സിയും. അവയെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ട്രയാങ്കിൾ ABC ഉണ്ടാക്കിയിരിക്കുന്നു. അതേപോലെ സർക്കിളിലെ കേന്ദ്രത്തിന് ബിയും സിയുമായി ജോയിൻ ചെയ്തിട്ട് ട്രയാങ്കിൾ OBCയും ഉണ്ടാക്കിയിരിക്കുന്നു. ഈ 2 ട്രയാങ്കിൾസിന്റെയും എല്ലാ ആംഗിൾസും കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ട്രയാങ്കിൾ OBCയിലെ 3 ആംഗിൾസും വേണം, ട്രയാങ്കിൾ ABCയിലെയും 3 ആംഗിൾസ് വേണം. ട്രയാങ്കിൾ ABCയിൽ ബിയുടെ ഒരു ഭാഗം 20 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, സിയുടെ ഒരു ഭാഗം 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഭാഗങ്ങളും എത്രയാന്ന് അറിഞ്ഞാൽ മാത്രമാണ് ട്രയാങ്കിൾ ABCയിൽ ബിയും സിയും കിട്ടുകയുള്ളൂ. ആണല്ലോ. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സർക്കിളുമായിട്ട് കണക്ട് ചെയ്യും. സർക്കിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ AB ഒരു കോഡാണ്, ഞാനാണ്. ACയും ഒരു കോഡാണ്, BCയും ഒരു കോഡാണ്. അപ്പോൾ AC എന്ന കോഡിൽ വരുന്ന ആംഗിളാണ് 30 ഡിഗ്രി തന്നിരിക്കുന്നത്. സോ AC എന്ന കോഡിനെ സെന്ററുമായിട്ട് കോഡിന്റെ ഒരറ്റം ജോയിൻ ചെയ്തിട്ടുണ്ട്, മറ്റേ അറ്റം നമുക്കിപ്പോൾ ജോയിൻ ചെയ്യാം. അപ്പൊ ഞാൻ Oയും Aയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, OC റേഡിയസ് ആണ്, OAയും റേഡിയസ് ആണ്. ഈ 2 വശങ്ങളും എന്താണ്? ഈക്വൽ ആണ്. സോ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആദ്യം ഞാൻ എഴുതുന്ന സ്റ്റെപ്പ് ജോയിൻ OA യോജിപ്പിക്കുക. എന്നിട്ട് കൺസിഡർ ട്രയാങ്കിൾ AOC. ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യും. അവിടെ നമുക്ക് അറിയുന്നത് ആംഗിൾ C 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, OAയും OCയും ഈക്വൽ ആണ്, 2 വശങ്ങൾ തുല്യമാണ്. ആ ഒരു ട്രയാങ്കിൾ അപ്പൊ എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. OA ഇസ് ഈക്വൽ ടു OC റേഡിയസ് ആണ്. ഓക്കെ, therefore triangle AOC is an isosceles triangle. ഒരു സമപാർശ്വ ത്രികോണമാണ്. സോ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എത്ര തന്നെയാണ് വേണ്ടത്? 30 ഡിഗ്രി. therefore ആംഗിൾ A is equal to 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ AC എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് രണ്ടും 30 വീതമായി. അപ്പൊ 30 + 30 60 ആണ്. സോ ഈ ആംഗിൾ എത്രയായിരിക്കണം? 120. കാരണം 3ഉം കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. therefore ആംഗിൾ AOC ഈസ് ഈക്വൽ ടു 180ൽ നിന്ന് ആ 2 30ഉം കുറച്ച് കളയണം. സോ നമുക്ക് 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആംഗിൾ AOC നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരാം. ഇനി അടുത്ത് തന്നത് 20 ഡിഗ്രിയാണ്. 20 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, AOB. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ AOB. ഇങ്ങനെയൊന്നും സ്റ്റെപ്പ് എഴുതണ്ട, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ എത്ര കോഡ് തന്നിട്ടുണ്ടോ അതിനെ സെന്ററുമായിട്ട് യോജിപ്പിക്കുന്ന വിധത്തിൽ വരയ്ക്കും. അപ്പൊ ഇത് 20 ആണെങ്കിൽ ഇതും എത്രയാണ്? 20 തന്നെ. അപ്പൊ ഇത് രണ്ടും 20 20 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ആംഗിൾ എത്രയാ വരിക? 20 20 40. അപ്പോൾ ഈ ആംഗിൾ എത്ര വരണം? 140. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് അറിയുന്നത് ആംഗിൾ B തന്നിട്ടുണ്ട് 20 ഡിഗ്രി. therefore ആംഗിൾ Aയും എത്ര തന്നെയാണ്? 20 ഡിഗ്രി. therefore ആംഗിൾ AOB എത്ര വരും? 140 ഡിഗ്രി. ഇനി എളുപ്പമാണ്. സർക്കിളിന്റെ സെന്ററിന് ചുറ്റുമുള്ള ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടണമെന്ന് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. സോ 2 ഭാഗങ്ങൾ കൂട്ടിയാൽ നമുക്ക് 260 ഡിഗ്രി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് എത്രയായിരിക്കണം? ടോട്ടൽ 360 ആയിരുന്നു. ഇതെത്രയായിരിക്കണം? 100 ഡിഗ്രി. മനസ്സിലായോ? ഇത് 100 കിട്ടിയാൽ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്താണ്? ഇത് രണ്ടും റേഡിയസ് ആണ്. സോ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ 2 ആംഗിളും എന്താണ്? തുല്യമായിരിക്കണം. ഒരേ വശത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. ഇത് 100 ആണ്.
ബാക്കി 80 വേണ്ടത്. 80 രണ്ടിനും തുല്യമായി വീതിച്ചു കൊടുത്താൽ എത്ര വീതം വരും? 40 വീതം വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാം ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സിയുടെ ആംഗിൾസ്. ആംഗിൾ എ എത്രയാണ്? ചിത്രം നോക്കൂ. ആംഗിൾ എ മൊത്തം നമുക്ക് കിട്ടി 20 30 കൂട്ടിയാൽ 50. ആംഗിൾ ബി എത്രയാണ്? 20 തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ 40 കണ്ടുപിടിച്ചു. സോ മൊത്തം എത്രയാണ്? 60. ആംഗിൾ സി എത്രയാണ്? ഇവിടെ 30 തന്നിരുന്നു, ഇവിടെ 40 നമ്മൾ കണ്ടുപിടിച്ചു. സോ മൊത്തം കൂട്ടിയാൽ 70. ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. അടുത്ത് നമ്മളോട് കാണാൻ പറഞ്ഞ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ ബി സി ആയിരുന്നു. അപ്പൊ അവിടെ ആംഗിൾ ഒ എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ആംഗിൾ ഒ നമ്മൾ കണ്ടുപിടിച്ചു. ഒരു കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണുകളുടെ അളവുകളുടെ തുക 360 വെച്ചിട്ടാണ് നമ്മൾ 100 കണ്ടെത്തിയത്. അല്ലെങ്കിൽ ഇങ്ങനെയും കണ്ടുപിടിക്കാൻ, ഇത് 50 ആണെങ്കിൽ അതിന് മുന്നിലുള്ള സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 50ന്റെ ഇരട്ടി 100. അപ്പൊ ആ രീതിയിലും കണ്ടുപിടിക്കാം 100 ഡിഗ്രി. സോ ഇത് രണ്ടും തുല്യമായിരിക്കാൻ വേണം, കാരണം സമപാർശ്വ ത്രികോണമാണ്, ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. സോ 40 ഡിഗ്രി വീതം. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ സി ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. രണ്ടാമത്തെ ചിത്രം നോക്കുക. നമുക്ക് കാണേണ്ടത് ട്രയാങ്കിൾ എ ബി സിയുടെ 3 ആംഗിൾസും കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ ഒ എ സിയുടെ 3 ആംഗിൾസും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് ട്രയാങ്കിൾ ഒ എ സിയില് ഒരാംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ തന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇത് 40 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ് വരിക? 40. കാരണം എന്താണ്? ഒ എയും ഒ സിയും ഈക്വൽ ആണ്, റേഡിയസ് ആണ്. അപ്പോൾ അതിനെതിരെയുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഒരു ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് 40 തന്നത്. സോ മറ്റേ ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 40. അപ്പോൾ ട്രയാങ്കിൾ ഒ എ സിയിലെ 2 ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരാംഗിൾ തന്നു, രണ്ടാമത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇനി എളുപ്പമാണ്. ഇത് രണ്ടും 40 40 വീതമാണെങ്കിൽ ഇത് എത്രയായിരിക്കണം? 100. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ഒ എ സിയിലെ 3 ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. ട്രയാങ്കിൾ എ ബി സിയിലെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സി മൊത്തത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എളുപ്പമാണ്. ഞാൻ ഇത് 100 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് നേരെ പുറകിൽ ഒരേ കോഡ് നിർണ്ണയിക്കുന്ന ആംഗിൾ ആണിത്. സോ ഇതെന്താണ്? 100ന്റെ പകുതി എത്രയാണ്? 50. മനസ്സിലായോ? ഇനിയാണ് നമുക്ക് ഈ ഒരു ആംഗിളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. അത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ട്രയാങ്കിൾ എ ബി സിയില് 2 ആംഗിൾസ് നമുക്ക് ഇതിനോടകം കിട്ടിക്കഴിഞ്ഞു. സി 70 ആണ്, ബി നമ്മൾ കണ്ടുപിടിച്ചു 50. സോ എ മൊത്തത്തിൽ എത്രയായിരിക്കണം? 50ഉം 70ഉം 120 ബാക്കി 60 ആയിരിക്കണം. ഇത്രയും 40 ആണെങ്കിൽ ഇത്രയും എത്രയാണ്? 20. മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്തതെന്ന്? ഒന്നും കൂടെ മനസ്സിലാക്കാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഞാൻ എഴുതാൻ പോവാണ്. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇപ്പൊ കണ്ടുപിടിച്ച ആംഗിൾസ് ചിത്രത്തിൽ തന്നെ മാർക്ക് ചെയ്തു. സ്റ്റെപ്പുകളൊന്നും എഴുതുന്നില്ല, ഡയറക്റ്റ് എഴുതി വെക്കുകയാണ്. ആംഗിൾ എ എത്രയാ വരിക? 60. ആംഗിൾ ബി 50. ആംഗിൾ സി 70. മൂന്നും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. ഇനി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ എ സി. ആംഗിൾ ഒ 100 ഡിഗ്രി, ആംഗിൾ എ 40 ഡിഗ്രി, ആംഗിൾ സി 40 ഡിഗ്രി. We have to find angles of triangle OBC also in this question. അപ്പോൾ നമുക്ക് അതും കൂടെ കാണാം. Angles of triangle OBC. അപ്പൊ ഫിഗറിൽ ട്രയാങ്കിൾ OBC നോക്കാം. നമുക്ക് O ഉണ്ട് ഇവിടെ, B ഇവിടെ ഉണ്ട്, C ഇവിടെ ഉണ്ട്. സോ നമുക്ക് ബിനെയും ഒനെയും ജോയിൻ ചെയ്തിട്ട് ട്രയാങ്കിൾ OBC കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ O എത്രയാന്ന് കണ്ടുപിടിക്കണം. സി നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണെന്ന്. ബി ഈ ട്രയാങ്കിളിൽ എത്ര ഭാഗമാണെന്നും കാണേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. OAB. ട്രയാങ്കിൾ OABയില് ആംഗിൾ എ 20 ഡിഗ്രിയാണ്. സോ ആ ട്രയാങ്കിളില് ഈ ആംഗിളും എത്ര തന്നെയാണ്? 20 ആണ്. സോ ബിയുടെ മറ്റേ പാർട്ട് 30 ആയിരിക്കും.
സോ ട്രയാങ്കിൾ ഒ ബി സിയിൽ ആംഗിൾ ബി 30 ആണ് വരിക. ഇതും 30 ഇതും 30 എങ്കിൽ സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ 30 + 30 60 ആയി, ബാക്കി 120. ക്ലിയർ ആയല്ലോ? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ് ഇതൊക്കെ. നമ്മൾ ഐസോസെൽസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ഇവിടെ കൺസിഡർ ചെയ്യണം. രണ്ടെണ്ണം റേഡിയസ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആ രണ്ട് ആംഗിൾസ് കിട്ടിയാൽ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. സെൻട്രൽ ആംഗിളിന്റെ പുറകിലെ ആംഗിളാണ് കാണേണ്ടതെങ്കിൽ അതിന്റെ പകുതി, ആ രീതിയിൽ കണ്ടെത്തുക. ഓക്കെ, സോ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ ബി സി, ആംഗിൾ ഒ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. മൂന്നാമത്തെ ചിത്രം ശ്രദ്ധിക്കുക. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ഒ ബി സിയുമാണ്. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒ എന്ന പോയിന്റിൽ, അതായത് സർക്കിളിന്റെ സെന്ററിൽ സെൻട്രൽ ആംഗിളിന്റെ ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് 70 ഡിഗ്രി, മറ്റത് 40 ഡിഗ്രി. സോ ടോട്ടൽ എ ബി എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ 110 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന കോഡ് മേജർ പാർട്ട് ഓഫ് ദ സർക്കിളിൽ ഉണ്ടാക്കിയ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എത്രയാണ്? ഇത് 110 ആണെങ്കിൽ ഇതിന്റെ പകുതിയാണ് ഇവിടത്തെ ആംഗിൾ വരിക. 110ന്റെ പകുതി 55 എന്ന് കിട്ടും. ഇത് 55 ആണെങ്കിൽ ഈ സി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇത് 55 ആണെങ്കിൽ ഈ ആംഗിളും മേജർ പാർട്ടിലെ ആംഗിളും മൈനർ പാർട്ടിൽ, എ ബി എന്ന കോഡ് മൈനർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിളാണ് സി. അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. സോ നമുക്ക് ആംഗിൾ സി കണ്ടുപിടിക്കാൻ പറ്റും. 180ൽ നിന്ന് 55 മൈനസ് ചെയ്താൽ മതി. 180ൽ നിന്ന് 55 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക 125 ആണ്. സോ ടോട്ടൽ ഈ ആംഗിൾ വരുന്നത് 125 ആണ് വരിക. ഓക്കെ, സോ ഈ ആംഗിൾ മൊത്തത്തിൽ വരിക 125. ഓക്കെ, അപ്പൊ നമുക്ക് സി എത്രയാന്ന് കിട്ടി. ഇനി ട്രയാങ്കിൾ ഒ എ ബി കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ഒ എ ബിയില് ഒ എ റേഡിയസ് ആണ്, ഒ ബി റേഡിയസ് ആണ്. സോ ആ രണ്ട് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾ ഒ എ ബിയിൽ ഒരു ആംഗിൾ 110 ഡിഗ്രി ആണ്, ബാക്കി രണ്ട് ആംഗിളും തുല്യവുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. സോ ഇത് 110 വന്നു, ബാക്കി 70 ഡിഗ്രിയാണ് ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടേണ്ടത്. രണ്ടും തുല്യവും ആകണം. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എത്ര വീതമായിരിക്കും? 35 വീതം. സോ ഈ ആംഗിൾ എയില് ട്രയാങ്കിൾ ഒ എ ബിയിലെ എ ആണ് 35 ഡിഗ്രി, ബിയും 35 ഡിഗ്രി തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം കാണേണ്ടത് ഈ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള കോഡുകളാണ്, ഞാണുകളാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ എ ബി എന്ന കോഡ് കൺസിഡർ ചെയ്തപ്പോഴാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയത്. ഇനി വേറെ ഏതെങ്കിലും കോഡ് ഈ സർക്കിളിൽ നിങ്ങൾ കാണുന്നുണ്ടോ? സർക്കിളിൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ കാണുന്നുണ്ടോ? ഉണ്ട്. എ സിയും ഉണ്ട്, ബി സിയും ഉണ്ട്. സോ നമുക്ക് എ സി എടുക്കാം. എ സി എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് അവൈലബിൾ ആണ്. എ സി എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്? 40 ഡിഗ്രി ആണ്. എ സി എന്ന കോഡ് അപ്പോൾ എ സിയുടെ മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇത് 40. ഈ എ സി എന്ന കോഡ് മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിൾ ആണ്, ആണല്ലോ. സോ സെൻട്രൽ ആംഗിൾ ആണ് 40 ഡിഗ്രി. മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത്രയുമാണ്. സോ ഇത് 40 ആണെങ്കിൽ മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. സോ ഇത് 20 ഡിഗ്രി ആണ്. ഇത് 20 ആണ്, ഇത് 125 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതും കണ്ടെത്താം. ഈ ഒരു കോഡ് കൺസിഡർ ചെയ്യാതെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. 125 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 125ഉം 20യും കൂടെ കൂട്ടുമ്പോൾ 145 ആണ്. ബാക്കി 35 ആണ് ഇവിടെ വരിക. അത് ഈ കോഡ് കൺസിഡർ ചെയ്യുവാണെങ്കിലോ, ബി സി എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് 70. ബി സി എന്ന കോഡ് മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് 35. 70യുടെ പകുതിയാണ് 35.
സോ ഈ ചിത്രത്തില് നമുക്ക് എല്ലാ ആംഗിളുകളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. സോ ഇനി നമുക്ക് ആൻസർ എഴുതാൻ ഈസിയാണ്. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. അപ്പൊ ട്രയാങ്കിൾ ABC മാത്രം നോക്കുക. ഓക്കെ, ട്രയാങ്കിൾ ABCയില് നമുക്ക് 3 ആംഗിൾസും എഴുതണം. സോ ഇതാണ് ട്രയാങ്കിൾ ABC. ABC അവിടെ ആംഗിൾ A എത്രയാണ് കാണുന്നത്? 35 ഡിഗ്രി. ആംഗിൾ BO 20 ഡിഗ്രി. ആംഗിൾ C 125 ഡിഗ്രി. ഓക്കെ, ഇനി കാണേണ്ടത് ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് ആണ്. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ OBC. ട്രയാങ്കിൾ OBC മാത്രം എടുക്കുക. ട്രയാങ്കിൾ OBCയിൽ നമുക്ക് കാണുന്ന ആംഗിൾസ് എഴുതി വെക്കാം. ആംഗിൾ O നമുക്കറിയാം 70, ആംഗിൾ B 35ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 55 വരും. ആംഗിൾ C OBCയിൽ C എത്രയാന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ആകെ C 125 ആണെന്നാ കിട്ടിയത്. ഒരു ട്രയാങ്കിളിലെ 2 ആംഗിൾസ് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് കാണാം. അപ്പോൾ ട്രയാങ്കിൾ OBCയില് ആംഗിൾ O 70 ഡിഗ്രി. ആംഗിൾ B എന്ന് പറയുന്നത് ഈ 35ഉം 20ഉം കൂടെ കൂട്ടണം, അപ്പോൾ 55 ഡിഗ്രി. ആംഗിൾ C കാണണമെങ്കിൽ ആകെ ആംഗിളുകൾ 180ൽ നിന്ന് ഈ 2 ആംഗിളും കുറയ്ക്കണം. അതായത് 70 ഡിഗ്രി 55 ഡിഗ്രിയും കൂട്ടിയാൽ എത്രയാണോ കിട്ടുക അത് കുറയ്ക്കുക. സോ 180ൽ നിന്ന് 70 പ്ലസ് 55 125 ആണ്. 180 ഡിഗ്രിയിൽ നിന്ന് 125 ഡിഗ്രി കുറയ്ക്കുമ്പോൾ നമുക്ക് 55 ഡിഗ്രി എന്ന് കിട്ടും. സോ ആംഗിൾ C 55 ഡിഗ്രിയാണ് വരിക.